നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠര് രാജീവരെ പോലീസ് കുറ്റവിമുക്തനാക്കിയതോടെ തുറക്കുക പുതിയ പോർമുഖത്തേക്ക്. തന്ത്രിയെ കരുവാക്കി രക്ഷപ്പെടാൻ ശ്രമിച്ച രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് തിരിച്ചടിയായി പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെ ശബരിമല സന്ദർശനത്തിനൊരുങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തയ്യാറെടുക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞ കേരളത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയും കേന്ദ്ര ഏജൻസികളുടെ നീക്കങ്ങളും രാഷ്ട്രീയ ഗതിവിഗതികൾ മാറ്റിവരയ്ക്കുമെന്ന് ഉറപ്പായി. ശ്രീകോവിലിന്റെ അറ്റകുറ്റപ്പണിക്ക് തന്ത്രി ആവശ്യപ്പെട്ടെന്ന മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന്റെ വാദം പച്ചക്കള്ളമാണെന്ന് പോലീസ് കണ്ടെത്തി. മിനിറ്റ്സിൽ പിച്ചളപ്പാളി എന്നത് വെട്ടി ചെമ്പ് പാളി എന്നാക്കിയത് സ്വർണ്ണവേട്ടയ്ക്കുള്ള ആസൂത്രിത നീക്കമായിരുന്നു. തന്ത്രി ഒപ്പിടാത്ത മഹസർ രേഖകളും കോടതിയിൽ ഹാജരാക്കി. ഇതോടെ തന്ത്രി കുടുംബത്തെ പ്രതിക്കൂട്ടിലാക്കി രക്ഷപ്പെടാൻ ശ്രമിച്ച രാഷ്ട്രീയ വമ്പന്മാർക്ക് തിരിച്ചടി ലഭിച്ചു. തന്ത്രിക്ക് ക്ലീൻ ചിറ്റ് ലഭിച്ചതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ഇനി ഉന്നത രാഷ്ട്രീയ നേതാക്കളിലേക്ക് മാത്രമായി കേന്ദ്രീകരിക്കും. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയിലൂടെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, എ പത്മകുമാർ തുടങ്ങിയവരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ED നീക്കം. തെരഞ്ഞെടുപ്പ് ആസന്നമായ വേളയിൽ ശബരിമല വിഷയം ദേശീയ തലത്തിൽ സജീവമാക്കാനാണ് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ഉടൻ സന്നിധാനത്തെത്തും. ജനുവരി 11 തിരുവനന്തപുരത്തെത്തുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ BJPയുടെ മിഷൻ 2026 ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. നിയമസഭയിൽ 2 അക്ക സീറ്റുകൾ ലക്ഷ്യമിടുന്ന BJPക്ക് സ്വർണ്ണക്കൊള്ള കേസിലെ ED അന്വേഷണം കരുത്താകും. കോടതിയിൽ നിന്ന് കേസ് രേഖകൾ കൈക്കലാക്കിയ ED കള്ളപ്പണ വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കർശന നടപടികളിലേക്ക് കടക്കുന്നതോടെ പ്രമുഖ നേതാക്കൾ അഴിക്കുള്ളിലാകാനുള്ള സാധ്യതയും ഏറിയിട്ടുണ്ട്. വിശ്വാസികളെയും ഭക്തജനങ്ങളെയും ബാധിക്കുന്ന വൈകാരിക വിഷയം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുമെന്നാണ് വിലയിരുത്തൽ. തന്ത്രിയുടെ പേരിൽ പുകമറ സൃഷ്ടിച്ച് കോടികൾ തട്ടിയ പത്മകുമാറിനും സംഘത്തിനും ഹൈക്കോടതിയിൽ നിന്ന് കനത്ത പ്രഹരം ഇനി ലഭിച്ചേക്കാം. തന്ത്രിയല്ല ദൈവതുല്യനെന്ന് പോലീസ് തന്നെ പറയുകയാണ്. 2004 ബംഗളൂരു പൂജാരിയായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തുന്നത് തന്ത്രി കണ്ഠര് രാജീവരുമായുള്ള ബന്ധം വഴിയാണെന്നും ആരോപണം ഉയർന്നിരുന്നു. തന്ത്രി കൊണ്ടുവന്നയാൾ എന്ന നിലയിൽ ഇയാൾക്ക് ദേവസ്വം ബോർഡിന്റെ അനുമതി ആവശ്യമില്ലായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് കോൺഗ്രസ് നേതാക്കളായ G രാമൻ നായർ, MP ഗോവിന്ദൻ നായർ, പ്രയാർ ഗോപാലകൃഷ്ണൻ എന്നിവരുടെ ഭരണകാലത്താണ് പോറ്റി ശബരിമലയിലെ സമാന്തര ഭരണാധികാരിയായി വളർന്നത് എന്നായിരുന്നു CPM ആരോപണം. ആറന്മുളയിൽ വെച്ച് കവറിലിട്ട് രഹസ്യമായി നൽകിയ ഉത്തരവിലൂടെയാണ് ഇയാൾക്ക് കീഴ്ശാന്തി നിയമനം ലഭിച്ചതെന്നും മുൻ മന്ത്രി VS ശിവകുമാറിന്റെ സഹോദരന്റെ ശുപാർശയും പോറ്റിക്ക് തുണയായി എന്നും പ്രചാരണം വന്നു. തമിഴ്, കന്നഡ ഭാഷകൾ അറിയാവുന്ന പോറ്റി ഇതര സംസ്ഥാന കോടീശ്വരന്മാരുടെ പ്രിയപ്പെട്ടവനായി മാറിയെന്നായിരുന്നു CPM പ്രചാരണം. ഇത്തരം പ്രചാരണത്തിലൂടെ തന്ത്രിയെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരാനായിരുന്നു ശ്രമം. എന്നാൽ അതൊന്നും ഇനി നടക്കില്ല. EDക്കും തന്ത്രിയിലേക്ക് അന്വേഷണം കൊണ്ടുപോകേണ്ട സാഹചര്യം കോടതിയിലെ പ്രമുഖ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടോടെ ഇല്ലാതായി. തന്ത്രി കണ്ഠര് രാജീവരായിരുന്നു സൈബർ സഖാക്കളുടെ ആക്രമണത്തിന് വിധേയനായത്. ഏതായാലും ഇതിന് ഇനി നിയമപരമായ ഫലമുണ്ടാകില്ല. EDക്കും അന്വേഷിക്കേണ്ട ബാധ്യതയുണ്ടാകില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ ശബരിമല സന്ദർശിക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരം. മുൻപ് രാഷ്ട്രപതി ശബരിമലയിലെത്തിയ അതേ സുരക്ഷാ മാനദണ്ഡങ്ങളും പ്രോട്ടോകോളും പാലിച്ചായിരിക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ഇതിനുള്ള ഔദ്യോഗിക തീരുമാനങ്ങൾ ഉടൻ ഉണ്ടാകും. BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജനുവരി 11 തിരുവനന്തപുരത്തെത്തും. പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നതോടെ BJPയുടെ മിഷൻ 2026 ഔദ്യോഗികമായി ആരംഭിക്കും. ശബരിമലയിലെ പുണ്യസ്വർണം കവർന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി വേണമെന്ന നിലപാടിലാണ് കേന്ദ്രം. അമിത്ഷായുടെ സന്ദർശനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി സന്നിധാനത്ത് എത്തുന്നതോടെ ശബരിമല വിഷയം വീണ്ടും സജീവ ചർച്ചയാക്കി തെരഞ്ഞെടുപ്പ് ഗോതയിൽ ആധിപത്യം ഉറപ്പിക്കാനാണ് BJP ലക്ഷ്യമിടുന്നത്. നിയമസഭയിൽ 2 അക്ക അംഗ പ്രാതിനിധ്യമാണ് അമിത്ഷാ ലക്ഷ്യമിടുന്നത്. മോദിയുടെ ശബരിമല സന്ദർശനത്തിൽ അമിത്ഷാ കേരള നേതൃത്വത്തിൽ നിന്നും റിപ്പോർട്ട് തേടും.
ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെതിരെ കുരുക്ക് മുറുക്കി പ്രത്യേക അന്വേഷണ സംഘം പിന്നാലെ തന്നെയുണ്ട്. കേസിൽ പത്മകുമാർ നടത്തിയ തിരുത്തലുകളും കള്ളക്കളികളും അക്കമിട്ട് നിരത്തിക്കൊണ്ടുള്ള നിർണായക കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പിച്ചള പാളികളെ ചെമ്പ് പാളികളാക്കി മാറ്റിയത് മുതൽ തന്ത്രിയുടെ പേരിൽ വ്യാജരേഖകൾ ചമച്ചതുവരെ നീളുന്ന വലിയൊരു ഗൂഢാലോചനയുടെ ചുരുളാണ് ഇപ്പോൾ അഴിയുന്നത്. ദേവസ്വം ബോർഡ് മിനിറ്റ്സിൽ മനഃപൂർവ്വം തിരുത്തലുകൾ വരുത്തിയത് പത്മകുമാർ തന്നെയാണെന്ന് SIT കണ്ടെത്തിയിട്ടുണ്ട്. മിനിറ്റ്സിൽ പിച്ചളപ്പാളി എന്നെഴുതിയത് വെട്ടി ചെമ്പ് പാളി എന്നാക്കി മാറ്റുകയും സ്വന്തം കൈപ്പടയിൽ അനുവദിക്കുന്നു എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ തിരുത്തലിന് ശേഷമാണ് പാളികൾ പോറ്റിക്ക് കൈമാറിയത്. സ്വർണത്തിന്റെ അളവിലും മാറ്റത്തിലും കൃത്രിമം കാട്ടാൻ മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാൻ പ്രകാരമാണ് ഈ തിരുത്തൽ നടന്നതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. തന്ത്രിയുടെ അനുമതിയോടെയാണ് എല്ലാം നടന്നതെന്ന പത്മകുമാറിന്റെ വാദം പൂർണ്ണമായും തെറ്റാണെന്നും SIT വ്യക്തമാക്കി. കട്ടിളപ്പാളികൾ അറ്റകുറ്റപ്പണി നടത്താൻ തന്ത്രി ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല, ഇതിനായി തന്ത്രി ഒരു രേഖയും നൽകിയിട്ടില്ല. മഹസറിൽ തന്ത്രി ഒപ്പിട്ടെന്ന വാദത്തിനും തെളിവുകളില്ല. തന്ത്രിയെയും തന്ത്രിയുടെ ഓഫീസിനെയും മറയാക്കി വലിയ കൊള്ളയാണ് ശബരിമലയിൽ നടന്നതെന്ന് ഇതോടെ വ്യക്തമായിരിക്കുകയാണ്. കേസിൽ പത്മകുമാറിന് പുറമെ മറ്റ് വമ്പന്മാരിലേക്കും അന്വേഷണം നീങ്ങുകയാണ്. സംഭവത്തിൽ ശങ്കരദാസിനെ 11ാം പ്രതിയായി SIT ചേർത്തു. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിലും ശങ്കരദാസിന് വ്യക്തമായ പങ്കുണ്ടെന്നാണ് കണ്ടെത്തൽ. കൂടുതൽ ഉന്നതർ പ്രതിപട്ടികയിലേക്ക് വരാൻ സാധ്യതയുള്ളതിനാൽ ദേവസ്വം ബോർഡിനുള്ളിൽ ഇപ്പോൾ ചങ്കിടിപ്പ് ഏറിയിരിക്കുകയാണ്. അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ മാറ്റിയ സ്വർണ്ണപ്പാളികൾ എവിടെ പോയി എന്നതിനെക്കുറിച്ചും SIT കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. കട്ടിളപ്പാളികൾ മാറ്റാൻ ആരും ആവശ്യപ്പെടാതിരിക്കെ മിനിറ്റ്സിൽ തിരുത്തലുകൾ വരുത്തി ധൃതി പിടിച്ച് എന്തിനിത് കടത്തിക്കൊണ്ടുപോയി എന്ന ചോദ്യത്തിന് ഉത്തരമാകുമ്പോൾ കേരളം കണ്ട വലിയൊരു അഴിമതി കഥയുടെ ക്ലൈമാക്സ് ആകും. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഒരു സംഘടിത കുറ്റകൃത്യമാണെന്നും സംഭവത്തിന് പിന്നിൽ വിശാലമായ ഗൂഢാലോചന നടന്നതായും പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. കേസ് അട്ടിമറിക്കാൻ പ്രതികൾ ശ്രമങ്ങൾ നടത്തിയെന്നും SIT കോടതിയെ അറിയിച്ചു. കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കെ കഴിഞ്ഞ ഒക്ടോബറിൽ ബംഗളൂരിൽ വെച്ച് 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, 9ാം പ്രതി പങ്കജ് ഭണ്ഡാരി, 10ാം പ്രതി ഗോവർദ്ധൻ എന്നിവർ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതായും അന്വേഷണ സംഘം വെളിപ്പെടുത്തി. 2019 നടന്ന സ്വർണ്ണക്കൊള്ള പുറത്തു വരാതിരിക്കാനും കേസിന്റെ ഗതി മാറ്റാനുമായിരുന്നു ഈ കൂടിക്കാഴ്ചയെന്നാണ് SIT കണ്ടെത്തൽ. ശബരിമല ശ്രീകോവിലിലെ സ്വർണം തട്ടിയെടുക്കാനും ഇവർ പദ്ധതിയിട്ടിരുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. 1995 മുതൽ ശബരിമലയിൽ സന്ദർശകനായിരുന്ന ഗോവർദ്ധനെ 1998 UB ഗ്രൂപ്പ് ശ്രീകോവിലിൽ സ്വർണ്ണപ്പാളികൾ പൊതിഞ്ഞതിനെക്കുറിച്ചും അറിവുണ്ടായിരുന്നു. താമസിയാതെ നടത്തിയ സ്വർണ്ണക്കൊള്ളയിൽ താൻ വാങ്ങിയ സ്വർണത്തിന് 14.97 ലക്ഷം രൂപ നൽകിയെന്നും ഗോവർദ്ധൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇത് കുറ്റകൃത്യത്തിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം വ്യക്തമാക്കുന്നതായി SIT ചൂണ്ടിക്കാട്ടി. ശബരിമല അയ്യപ്പന്റെ സ്വർണത്തിന്റെ സൂക്ഷിപ്പുകാർ ദേവസ്വം ബോർഡാണ്. സ്വർണം വാങ്ങുന്നതിനോ ബോർഡിന് പണം നൽകുന്നതിനോ ഗോവർദ്ധനെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും പണം നൽകി കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്നും SIT വ്യക്തമാക്കി. ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്തുകൊണ്ടാണ് SIT ഈ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്നും എത്രത്തോളം സ്വർണം നഷ്ടപ്പെട്ടു എന്നതിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിക്കേണ്ടതുണ്ടെന്നും അന്വേഷണ സംഘം അറിയിച്ചു. സ്വർണ്ണക്കൊള്ളയിൽ നേരിട്ട് പങ്കുള്ള ഗോവർദ്ധന് ഈ ഘട്ടത്തിൽ ജാമ്യം അനുവദിക്കരുതെന്നും SIT ആവശ്യപ്പെട്ടു. 2019 ദേവസ്വം ബോർഡിനുണ്ടായത് വീഴ്ചകളുടെ പരമ്പരയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്.